റസൂലിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റസൂലിൻ്റെ വാക്കുകൾക്ക് മുൻഗണന നൽകണം. സൂറത്ത് ഹുജറാത്ത് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ഖുർആനിൽ. തുടങ്ങണേ എങ്ങനെ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന. എന്ത് രസാണ് അറിയോ ആ സൂറത്ത് വായിച്ചു നോക്കണം. റസൂലുള്ളാഹിനെ നിങ്ങൾ മുൻകടക്കരുത് ഒരു വസ്തുവിലും. ഒരു കാര്യം റസൂൽ ചെയ്തത് ഇന്നതാണെന്ന് മനസ്സിലായാൽ അതിൻ്റെ മുന്നിൽ പോകാൻ നമ്മൾ പിന്നെ ശ്രമിക്കരുത്. അതായിരിക്കണം നമ്മുടെ ജീവിതം. അവിടേക്കാണ് നാം എത്തേണ്ടത്. നമ്മളൊക്കെ ശ്രദ്ധിക്കണം അത്. റസൂൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം സഹോദരന്മാരെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിന്റെ വാക്കിന് മുൻഗണന നൽകുന്ന ആളുകളാകണം. നമ്മുടെ ജീവിതം അപ്രകാരമായിരിക്കണം. അതാണ് നോക്കൂ. നാളെ മുതൽ ഫജ്ർ നമസ്കാരത്തിന് ഉറങ്ങാതെ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളികളിൽ എത്താൻ സാധിച്ചാൽ നമ്മൾ റസൂലിന്റെ വാക്കിന് മുൻഗണന നൽകുന്നവനായി. ഇന്നു മുതൽ എൻ്റെ ദേഹേച്ഛയായി എൻ്റെ ഉള്ളിൽ വരുന്ന വിഷയങ്ങളെ ഞാൻ അവഗണിച്ച് റസൂലുള്ള പറഞ്ഞത് ഞാൻ അനുസരിച്ചാൽ ഞാൻ റസൂലുള്ളാഹിക്ക് മുൻകടക്കും. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാവ് ഗീബത്തുകളിൽ നിന്നും നമീമത്തുകളിൽ നിന്നും നമ്മൾ സംരക്ഷിച്ചാൽ ഒരുപാട് സംഗതികളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗീതങ്ങളും മ്യൂസിക്കുകളും ഒക്കെ അവസാനിപ്പിച്ച് അവിടെ വിശുദ്ധ ഖുർആൻ പ്രതിഷ്ഠിച്ചാൽ ഇതൊക്കെയാണ് അള്ളാഹു പരിശോധിക്കുന്നുണ്ട് സാധനന്മാരെ. അള്ളാഹു പരിശോധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് വാചകമാകരുത്. ഏറ്റവും അവസാനമായി എല്ലാവരും ശ്രദ്ധിക്കണം. ഒരിക്കലും റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിൽ നമുക്ക് അതിര് കവിഞ്ഞു പോകരുത്. നാം ഇപ്പോൾ ഉള്ളത് എല്ലാ വിഷയത്തിലും അതിര് കവിയില്ല. എന്തും അതിര് കവിഞ്ഞാൽ ആപത്താണ് സഹോദരന്മാരെ, ആപത്താണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അലി. കൂഫക്കാർ ഒരു വിഭാഗം ആളുകൾ അലിക്ക് പിന്തുണയുമായി വന്നു. കാരണം അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്, പിന്തുണയായിട്ട് വന്നതാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, യാ അഹ്ലൽ ഇറാഖ് അഹിബ്ബൂനാ ഹുബ്ബൽ ഇസ്ലാം. കൂഫയിൽ നിന്ന് വന്ന ആൾക്കാരോട് പറയാ, എന്താ പിന്തുണയായിട്ട് വന്ന ആൾക്കാരോട് പറയാ, അല്ലയോ ഇറാഖികളെ, നിങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടേണ്ടത് ഇസ്ലാമിൻ്റെ ഇഷ്ടമായിരിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമിഅ്തു അബി യഖൂൽ, എൻ്റെ ഉപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ് ലാ തർഫഊനി ഫൗഖ ഖദ്രി, ലാ തർഫഊനി ഫൗഖ ഖദ്രി. നബി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ നിങ്ങൾ എൻ്റെ പൊസിഷന്റെ മുകളിലേക്ക് ഉയർത്തരുത്. ലാ തർഫഊനി ഫൗഖ ഖദ്രി ഫഇന്നല്ലാഹ ഇത്തഖദനി അബ്ദൻ ഖബ്ല അൻ യത്തഖിദനി നബിയ്യ. എന്നെ നബിയാക്കുന്നതിന് മുമ്പ് അള്ളാഹു ആദ്യം എന്താക്കിയിട്ടുണ്ട്? അബ്ദാക്കിയിട്ടുണ്ട്. നബി പലപ്പോഴും പറഞ്ഞൊരു വാചകമാണ്, ഖൂലു അബ്ദുല്ലാഹി വറസൂൽ. അതിനപ്പുറമുള്ളത് വരരുത്. ഇപ്പോഴുള്ള പ്രശ്നം അപ്പുറമുള്ളത് വരുന്നു എന്നാണ്. അപ്പുറമുള്ളത് വരുന്നു. നോക്കൂ ആ വാചകം, അഹിബ്ബൂന ഹുബ്ബൽ ഇസ്ലാം, അഹിബ്ബൂന ഹുബ്ബൽ ഇസ്ലാം. അള്ളാഹു റസൂലിന് വകവെച്ച് കൊടുത്ത ഒരു അവസ്ഥയുണ്ട്, അവിടെ പേരാവും. അത് വളരെ പച്ചയായി റസൂൽ പറഞ്ഞു, ലാ തതുറൂനി കമാ അതറത്തിൻ നസാറാ ഇബ്ന മറിയം. മറിയമിന്റെ പുത്രനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. നസാറാക്കൾ എവിടെ എത്തിച്ചു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ. ഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു. അത്രേ പറയൂ, ഞാൻ അബ്ദാണ്, അടിമയാണ്. നിങ്ങൾ പറയേണ്ടത് മുഹമ്മദുൻ അബ്ദുല്ലാഹി വറസൂലുഹു. മുഹമ്മദ് അള്ളാഹുവിൻ്റെ അടിമയായ മുഹമ്മദ്, അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് എന്നാണ്. സഹോദരന്മാരെ, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പം സത്യത്തിൽ ഇത് അതിര് കവിഞ്ഞിട്ട് മനുഷ്യൻ സുന്നത്തുകളെ വിട്ട് ബിദ്അത്തുകളിലേക്ക് പോവുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു ബിദ്അത്ത് ഒരു സ്ഥലത്ത് വന്നാൽ അവിടെ സുന്നത്ത് പോകും.
വിദഅത്ത് വന്നാൽ സുന്നത്ത് പോകും. ആളുകളുടെ വിചാരം ഇപ്പം എന്താ വെച്ചാൽ ഇതൊക്കെ കാണിക്കലാണ് എന്ത്, നബിയോടുള്ള സ്നേഹം എന്നാണ്. സാധന്മാരെ ഒരു സുന്നത്തെങ്കിലും ഇമാം ബുഖാരി പറഞ്ഞതുപോലെ ഹയാത്താക്കലാണ് അഫ്ളലുൽ മുസ്ലിമീൻ. ഒരു സുന്നത്തെങ്കിലും. അതിന് പകരം നമ്മൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരിക. എത്ര വരെ നിങ്ങൾ ചോദിച്ചു നോക്കി, ആലോചിച്ച് നോക്കൂ. അതിൻ്റെ പേരിൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഈ ഖസീദകളുണ്ട്, ഗാനങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഗാനം എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പേടിപ്പെടുത്തുന്ന ഒരു ഗാനത്തിൻ്റെ വരി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. വല്ലാതെ ഇത് കേട്ടാൽ തന്നെ പേടിയാകും. പക്ഷേ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സദസ്സിൽ ആദ്യം ചെല്ലണ വാക്ക് ഇതാണ്. ഇതിൻ്റെ പേരെന്താ? മൻകൂസ് മൗലൂദ്. മൻകൂസ് എന്ന് പറഞ്ഞാൽ തന്നെ തലതിരിഞ്ഞതാണ്. നോക്ക്. ഇർതകബ്തു അലൽ ഖതാ. നബിനോട് പറയാം, നബിയെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഗൈറ ഹസ്രിൻ വഅദദ്, കയ്യും കണക്കുമില്ലാത്ത തെറ്റ്. ആരോടാ പറഞ്ഞത്? ലക, അതുകൊണ്ട് നബിയെ അങ്ങയോട് അഷ്കൂ ഫീഹി, ഞാൻ ചെയ്തു പോയ കയ്യും കണക്കുമില്ലാത്ത തെറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങയോട് ആവലാതി പറയുന്നു. യാ സയ്യിദി ഖൈറൻ നബി, എൻ്റെ സയ്യിദായ നബിയെ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആരോടാ പറയേണ്ടത്? അത് അല്ലാഹു തആല പറയുന്നുണ്ട്. ആരോടാ പറയേണ്ടത്? ഇവിടെ ആരോടാ പറഞ്ഞത്? റസൂലിനോട്. അല്ലാഹു തആല എന്താ പറയുന്നത്? ആരോട് പറയണം എന്നാ? തെറ്റുകൾ ചെയ്ത മനുഷ്യന്മാർ. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ. എത്ര രസാറിയോ ഖുർആൻ പറയണത്. നിങ്ങളെടുത്ത് തെറ്റ് വന്നാൽ, നിങ്ങളൊരു നീച പ്രവൃത്തി ചെയ്താൽ, ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ വല്ല അക്രമം പ്രവർത്തിച്ചു പോയാൽ, ദക്കറുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ഓർക്കണം ഉടനെ. എന്നിട്ട് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, ചെയ്തു പോയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. എന്നിട്ടൊരു ചോദ്യം കണ്ടെങ്കിൽ അള്ളാഹ് ചോദിക്കണ ഒരു ചോദ്യമുണ്ട്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അതൊരു ചോദ്യമാണ്, ഉത്തരം പറയാനുള്ള ചോദ്യമല്ല. അല്ലാഹുവല്ലാതെ ആരാണ് തെറ്റുകൾ പൊറുക്കുക? എവിടെ എത്തി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ.